ഗൈസ് ഏതോ ഒരു ടൗൺ എത്തി. ഫുള്ള് കന്നഡ മാത്രമുണ്ട്, മനസ്സിലാകുന്നില്ല. ഉടുപ്പി റെസ്റ്റോറൻറ്റ്, ഇതോടെ നോക്കി ഉടുപ്പി റെസ്റ്റോറൻറ്റ്, അത് മാത്രം മനസ്സിലായി. വേറൊന്നും മനസ്സിലാകുന്നില്ല. സമയം 7:19. ഇതേത് ടൗണെന്നൊരു ധാരണയില്ല. ബോർഡ് നിങ്ങൾ കണ്ടെങ്കിൽ നോക്കാൻ. ഇതും ഒരു ഷോപ്പ് ഉണ്ട്. ഇത് കാട ഫ്രീ. സ്ഥലത്തിന്റെ പേരൊന്നുമില്ല, കാട ഫ്രീ മാത്രം ഇംഗ്ലീഷിൽ. क्या करते इंग्लिश അതും കന്നഡയിലുണ്ട്. ഗൈസ് നമ്മളിപ്പോ സുള്ളിയ ടൗൺ എത്തി. In 100 meters, turn right at Navur Circle onto Navur Road. Take the next right at Navur Circle onto Navur Road, then turn left. സുള്ളിയ ടൗൺ തന്നെയല്ലേ ഇത്? കറക്റ്റ് അതെ, സുള്ളിയ. നമ്മളിപ്പോൾ സുള്ളിയിലെത്തി. സുള്ളിയിലൂടെ കുറച്ച് ഫ്രഷായി ഇഷാൻ്റെ സമയമായി. ഇഷാ നിസ്കരിച്ച് സുള്ളിയ ടൗണിലാണെന്നുള്ളത്. നമുക്ക് ബന്തെടുക്ക വഴിയൊരു റൂട്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞ ആ റൂട്ടിൽ തന്നെ പോകാം. സുള്ളിയ ടൗണാണ്. സുള്ളിയ ടൗണിൽ നിന്ന് റൈറ്റിലേക്കൊരു റോഡുണ്ട്. ഇപ്പോൾ നമ്മൾ വന്നത് ആ ഭാഗത്തു നിന്നാണ്. പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നേരെ മുകളിലോട്ട് പോയി. ഇപ്പോൾ തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോകും. അവിടുന്ന് ഗ്ലാസ് തുറക്കണം വിചാരിച്ചത്. ഇതാണ് നമുക്ക് പോകാനുള്ള റോഡ്. ഇനി കുറച്ച് പോകാനുള്ള റോഡ് ഇതാ. യെസ്, ഇനി കുറച്ച് ഉള്ളിലോട്ട് ഫോറസ്റ്റ് എല്ലാം ഉണ്ട്. കുറ്റിക്കോലെത്തി, നമ്മുടെ നാട് എത്തിക്കൊണ്ട് വരികയാണ്. കുറ്റിക്കോലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. ബന്തെടുക്കെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോറസ്റ്റ് ഏരിയ എല്ലാം കഴിഞ്ഞ്. ഈ ഒരു റോഡ് നല്ല അടിപൊളിയാണ്. സ്പെഷ്യൽ ലോങ്. രാവിലെ പകൽ സമയത്ത് ഭയങ്കര രസമാണ് കാണാൻ. രാത്രി അങ്ങനെ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. ഗൈസ് ഇത് കാഞ്ഞിരങ്കാൽ. ഞാൻ വിചാരിച്ച കുറ്റി മറ്റേ ഇവിടെ എന്ത് കുണ്ടൻകുഴി എത്തിയില്ല. ഇത് വേറൊരു ചെറിയ ടൗണാണ്. വളരെ ചെറിയൊരു ടൗണായിപ്പോയി ഗൈസ്. ഇപ്പോൾ ക്യാമറൻ്റെ ക്ലാരിറ്റി കണ്ട തുടച്ച് ക്ലിയറിൽ നല്ല ക്ലിയറാണ്. മറ്റെന്തോ ഒരു നെയ്യ് പിടിച്ച പോലെ ഉണ്ടാവും ഗൈസ്. കുണ്ടൻകുഴി ടൗൺ എത്തി. പക്ഷേ കുണ്ടൻകുഴിയെല്ലാം ഉറങ്ങി. സമയം 9 മണിയായി. ഷോപ്പെല്ലാം ഇതെല്ലാം അടിച്ച് ഇടക്ക് ചെറിയ ഷോപ്പ് മാത്രം. 9 മണിയാകുമ്പോഴേക്ക് തന്നെ ഒരു വിധം ഉൾപ്രദേശമെല്ലാം അടച്ച്. 9 മണി കുറച്ച് ലേറ്റ് ആയല്ലേ, അതുകൊണ്ടായിരിക്കും. ഇവിടെന്തോ പരിപാടി നടക്കുന്നുണ്ട്. എന്തത് ഇവിടെന്തോ പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും കുറച്ച് ഷോപ്പും ഉള്ളു. ഫുഡ് എന്തോ കളിയാന്ന് തോന്നുന്നു. ഫെഡ് ലൈറ്റ് എന്തോ നടക്കുന്നുണ്ട്. അടക്കം ഒരു ലൈറ്റും കാണുന്നുണ്ട് ആ ഭാഗത്തായിട്ട്.
ഗായ്സ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റായ ചട്ടഞ്ചാലിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. സമയം ഇപ്പോൾ 9:30 ഞാനിപ്പോൾ ഇവിടെ നടന്നെങ്കിലും ഭക്ഷണം കഴിച്ച് നേരെ കിടന്നുറങ്ങണം. 566 കിലോമീറ്ററാണ് ടോട്ടൽ ഓടിയത്. അപ്പോൾ പെട്രോൾ നമ്മൾ അടിച്ചിട്ടുള്ളത് മാഹിന്ന് ഒരു 25 ലിറ്ററാണ്. നല്ല മൈലേജ് കിട്ടീന്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്തുണ്ടായ ഒരു ഏകദേശം ഒരു 10 ലിറ്ററിൽ ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ആവറേജിൽ കാണിക്കുന്ന ഇതേ മൈലേജ് തന്നെ കിട്ടീന് കേട്ടോ. ഇതിൽ കാണിക്കുന്നത് 20.3. ഏകദേശം അതേ മൈലേജ് തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തിന്. ചട്ടഞ്ചാലി ടൗണിൽ കുറച്ച് അത്യാവശ്യം ടൗണൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇനി നേരെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഒരു ഫ്രൈഡ് റൈസ് രണ്ടാളും ഹാഫാക്കി കഴിക്കും. വലിയ കഴിക്കുന്നൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ലൈറ്റായിട്ട് മതി. ഗൈസ് നമ്മൾ ചട്ടഞ്ചാലിൽ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നല്ല ഇറങ്ങി. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഒരു ബസ് നിറച്ച ആൾക്കാർ വന്നുകൊണ്ട് തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചപ്പോൾ ഇനി നേരെ പുറത്തേക്ക് എത്തും. അൽഹംദുലില്ലാഹ് ഫൈനലി നമ്മൾ തിരിച്ചെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മളെ പച്ചുക്കാസ് പുറത്ത് കിടന്നുറങ്ങുന്നു. അങ്ങനെ നമ്മൾ ടോട്ടല് 567 കിലോമീറ്റർ എടുത്തം വരെ ഓടിയത്. നമുക്ക് കിട്ടിയ മൈലേജ് എന്ന് പറയുന്നത് 20.3. ഓക്കെ, അങ്ങനെ അൽഹംദുലില്ലാഹ് സേഫ്ലി നമ്മൾ ഇത്രയും ദൂരം ഓടി എത്തിയിരിക്കുന്നു. ബാക്കി കൂടുതൽ വിശേഷങ്ങൾ, യാത്രയുടെ സമ്മറി, എത്ര എക്സ്പെൻസായി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ആൻഡ് ബൈ.